ഹസന അജ്മീർ സിയാറ സംഘം ഇപ്പോൾ നിലവിലുള്ളത് കിഷൻഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്മീറിലെ സിയാറകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിഷൻഗർ എന്ന് പറഞ്ഞാൽ മാർബിളുകളുടെ വലിയ വലിയ കട്ടിംഗ് സ്പേസുകൾ കൊണ്ടുവന്ന് അത് നമ്മുടെ നാട്ടിലേക്കൊക്കെ മാർബിൾ രൂപത്തിൽ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അജ്മീറിൽ നിന്ന് ശരാശരി 60 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കിഷൻഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നല്ല ഇത് കുഴിച്ചെടുക്കുന്ന മറ്റൊരു സ്ഥലത്തു നിന്നാണ്. ആ കുഴിച്ചെടുക്കുന്ന വലിയ വലിയ മാർബിളിൻ്റെ കല്ലുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഇവിടുന്ന് ഈ മാർബിളിൻ്റെ കല്ലുകളെല്ലാം സാധാരണ നമ്മുടെയൊക്കെ നാടുകളിൽ എത്തുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയെടുക്കുന്ന ഒരു രംഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കാണുന്നത്. നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കിഷൻഗർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കിഷൻഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർബിളിന്റെ ഒരുപാട് ഫാക്ടറികൾ അടങ്ങിയ ഒരു സ്ഥലമാണ് ഈ കിഷൻഗർ എന്ന് പറഞ്ഞാൽ. ഈ കിഷൻഗറിൽ മാർബിൾ ഫാക്ടറികളിൽ നിന്ന് മുഴുവൻ മാർബിളുകളും ഈ അവിടുന്ന് പണി കഴിഞ്ഞ് കൊണ്ടുവന്ന് അതിന്റെ വേസ്റ്റുകൾ മുഴുവൻ തള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കിഷൻഗർ യാർഡ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ സ്നോ യാർഡ് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ കിഷൻഗറിലെ സ്നോ യാർഡ്. എന്തായാലും അജ്മീറിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സ്നോ യാർഡ്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും എന്തൊരു ഭംഗിയാണ് നേരിട്ട് കാണാൻ. യഥാർത്ഥത്തിൽ ഒരു ഐസ് മല എങ്ങനെയാണ് നിൽക്കുന്നത് അത്ര മനോഹരമായിട്ടാണ് ഇവിടെയുള്ള ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് നേരിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലാതെ വീഡിയോയിൽ കണ്ട അത്രയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. കണ്ടില്ലേ, ഈ മാർബിളിൻ്റെ വേസ്റ്റുകളെല്ലാം കുന്നുകൂടിയിട്ട് അതിൽ അല്പം വെള്ളം കൂടെ വരുമ്പോൾ അത് മാറ്റങ്ങൾ. ഇതല്ലേ മാർബിളിൻ്റെ വേസ്റ്റുകൾ ലെയറുകളായിക്കൊണ്ട് ഒരു മല പോലെ കുന്നുപോലെ കൂടിയതാണ് ഈ കാണുന്നത്. ഇവിടെ ഓരോരോ സ്ഥലങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായത്. നമ്മുടെ കൂടെ വന്നിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വരെ ഉപയോഗിക്കാറുണ്ട് അത്രേ. ഇവിടെ ഏതൊക്കെയോ ഹിന്ദി മൂവികൾ ഇവിടെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ പോയ സമയത്ത് തന്നെ ഇവിടെ ഫിലിം ഷൂട്ടിങ്ങും വെഡ്ഡിങ് ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഞങ്ങൾ തന്നെ കണ്ടു. വളരെ സന്തോഷമായിരുന്നു ഇവിടുത്തെ മറ്റു കാഴ്ചകളെല്ലാം. സിയാറയിൽ വന്ന സഹോദരിമാരൊക്കെ നടന്ന് കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായ ഒരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ട്. കണ്ടില്ലേ, ഇതിന് പുറമെ ഇവിടെ വെഡ്ഡിങ് ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം തുടരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുതിര സവാരി കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരാൾക്ക് കുതിരയിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ 100 രൂപയാണ്. അതാകെ 5 മിനിറ്റിൻ്റെ ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മൾ ഇവിടെ എല്ലാം ചെന്നു. കണ്ടില്ലേ, ഈ കുതിരകളെല്ലാം നിൽക്കുന്ന ഒരു സൈഡിലും മറ്റു കാഴ്ചകളും മറ്റൊരു സൈഡിലും അങ്ങനെ ഓരോരോ ഭാഗത്താണ് കാഴ്ചകൾ നിലവിലുള്ളത്. അജ്മീറിൽ നിന്ന് സെർവാറിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും കിഷൻഗറിലേക്ക് കൊണ്ടുവരുന്ന മാർബിളിന്റെ വലിയ വലിയ കട്ടകൾ. ഈ മുഴുവൻ കട്ടകളും കൊണ്ടുവരുന്ന ഈ കിഷൻഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കിഷൻഗറിൽ ഒരുപാട് ഫാക്ടറികളിൽ വർക്ക് ചെയ്തതിനു ശേഷം ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഈ മാർബിളെല്ലാം കട്ട് ചെയ്തതിനു ശേഷം ആ വേസ്റ്റുകൾ മാത്രം കൊണ്ടുവന്നിരുന്ന ഒരു യാർഡാണ് സ്നോ യാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കിഷൻഗറിലെയും അതിമനോഹരമായ യാർഡ്. ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇട്ടതിന്റെ പേരിൽ മാത്രമാണ് ഇത്ര മനോഹരമായി പോയത്. ഇവിടെയുള്ള വെള്ളമുണ്ടല്ലോ, മഴ പെയ്യുന്ന വെള്ളവും അല്ലാത്തതുമായ വെള്ളങ്ങൾ ഇവിടെ താന്നു പോകുന്നില്ല. കാരണം അത്ര മനോഹരമായ രീതിയിൽ ഇവിടെ ഈ മാർബിളിന്റെ വേസ്റ്റുകൾ തന്നെ ജാമായിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇത് ടൂറിസ്റ്റ് ഏരിയ കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കുതിര സഫാരി ഉണ്ട്, അതുപോലെ തന്നെ കപ്പിൾസ് വെഡ്ഡിങ് ഷൂട്ട് എല്ലാം ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ആയതിനാൽ അജ്മീറിൽ എത്തുന്നവരെ ആരും ഇനി ഇത്ര മനോഹരമായ ഒരു കാഴ്ച കളയരുത്. അജ്മീറിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കിഷൻഗർ എന്ന ഈ മനോഹരമായ പ്രദേശത്തിലേക്ക്. സംഗതി സ്ഥലം കാണാൻ അല്പം വളരെയധികം മനോഹരമാണ് എങ്കിലും അജ്മീറിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അജ്മീർ കുറച്ചെങ്കിലും സമയം കിട്ടിയാലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാനും ആസ്വദിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. എന്തായാലും അജ്മീറിൽ വരുന്ന തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അജ്മീറിൽ വെച്ചുകൊണ്ട് നമുക്ക് ടാക്സി വിളിച്ചാൽ അവരുടെ കിഷൻഗർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് അവർ കൊണ്ടുപോകും.
കൊണ്ടുപോയി ആക്കി. അങ്ങനെ നടക്കുമ്പോഴാണ് നല്ല സിനിമ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന ഒരു സ്ഥലം കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നടന്നു ചെന്നു, അവരോട് ചോദിച്ചു പെർമിഷൻ നമുക്കും ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ അവർ കുഴപ്പമില്ല, അവർ സമ്മതമെല്ലാം തന്നു. അപ്പോൾ ഇതിവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അലവിക്ക് പറഞ്ഞോ ആഗ്രഹം വരി രസായി പോരി വരി വരി നിങ്ങളുടെ ആഗ്രഹം മുഷ്കിലായി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഇത് ഫോട്ടോഷൂട്ടിനായിട്ട് തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് മനോഹരമായ അപ്പൊ ഇവിടെ വെഡിങ് ഷൂട്ടെല്ലാമാണ് നടക്കാറ് സാധാരണ ഉള്ളത്. അപ്പൊ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇതേ ഇവിടെ ഉള്ള സൗകര്യത്തിന് അടിപിടിച്ച് കുടിക്കുകയാണ്. അങ്ങനെ തോണി സഫാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ മനോഹരമായ അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ. അപ്പോൾ നമുക്ക് എന്താ ഈ ചെറിയ അവസരം ചോദിച്ചപ്പോൾ നമുക്ക് അവസരം തന്നതാണ്. ഇത് കിഷൻഗറിലുള്ള മറ്റൊരു മനോഹരമായ സ്ഥലമാണ്. കാരണം ഇവിടെ അതിമനോഹരമായ ഫോട്ടോ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ടും മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നമുക്ക് അനുഭവപ്പെട്ടുള്ളത്. അജ്മീർ യാത്ര എന്ന് പറഞ്ഞാൽ ഖാജ തങ്ങളുടെ ദർബാറിലെ സിയാറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിവുള്ള സമയത്ത് നമുക്ക് വന്ന് ഇവിടെ ഈ അതിമനോഹരമായ കിഷൻഗറിലെ ഈ സ്ഥലങ്ങളെല്ലാം കാണുക എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷമുള്ളതാണ്. ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കാറുണ്ട്, വെഡ്ഡിംഗ് ഷൂട്ടിംഗ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പോലുള്ള സിയാറത്തിന്റെ ടീം ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ടോ അജ്മീറിൽ വരുമ്പോൾ ഇവിടുന്ന് വെറും 60 കിലോമീറ്റർ ദൂരെയുള്ള കിഷൻഗറിലെ വരാൻ മറക്കരുത്. അത്ര കിടിലൻ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. കശ്മീരിലെല്ലാം പോയ ഒരു പ്രതീതിയായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ തണുപ്പില്ല, കശ്മീരിൽ തണുപ്പുകളുണ്ട്, അവിടെ മഞ്ഞാണ്. ഇവിടെ മഞ്ഞിന് പകരം മാർബിളിന്റെ വേസ്റ്റുകളാണ് എന്ന് മാത്രം. ബാക്കി ആംബിയൻസുകളും മനോഹരമായ കാഴ്ചകളും എല്ലാം എന്തുകൊണ്ടും ഒന്നിനൊന്ന് മെച്ചം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇത് കണ്ട് ഇവിടെ വെഡ്ഡിംഗ് ഷൂട്ട് നിലവിൽ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഡ്ഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഓരോ സെറ്റപ്പുകൾ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ അടങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് കിഷൻഗർ എന്നുള്ളത്. തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, കഴിയുന്നവരൊക്കെ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം. എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാം, കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. കണ്ടാൽ ഐസ് മല പോലെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലേ, എങ്ങനെയാലും കണ്ടാൽ ഒരു ഐസിന്റെ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞുമല ഉള്ള സ്ഥലത്ത് പോയാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതേ ഒരു ആംബിയൻസ് ആണ്. തൊട്ട് നോക്കിയാലാണെങ്കിലോ ഹാർഡാണ്. ഇതാണ് ഈ മാർബിളിന്റെ മുഴുവൻ പൊടികളും. അപ്പോൾ മാർബിളിന്റെ വേസ്റ്റുകൾ കുന്നുകൂടി ഈ ഒരു രൂപത്തിലേക്കായി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്. നമുക്കിത് കൈക്കൊണ്ട് അല്പം പറിച്ചെടുത്താലൊക്കെ കിട്ടും. കുറഞ്ഞ പൊടികളായിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും ഇത് നല്ല മനോഹരമായ ഒരു ഏരിയയാണ്. ഇപ്രാവശ്യം നമ്മൾ കൂടെ വന്ന അജ്മീർ വന്ന ഏകദേശം എല്ലാവർക്കും നല്ല സന്തോഷമായ ഒരു കാഴ്ചയായിരുന്നു കിഷൻഗറിലെ കാഴ്ചകൾ. ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേക ഫീസൊന്നും തന്നെ ഇല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പൊതുവെ നോക്കുമ്പോൾ വിസിറ്റേഴ്സ് കുറവാണ്. പൊതുവെ ഇവിടെ വരാറുള്ളതൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒറിജിനൽ മാർബിളിന്റെ ഒരു കല്ലിലാണുള്ളത്. ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം, ഇത് മുഴുവനും മാർബിളിൽ മാത്രം ചെയ്ത ഡിസൈനാണ്. ഈ കിഷൻഗറിൽ മാർബിളിന്റെ ഒരു വല്ലാത്തൊരു ലോകമായതുകൊണ്ട് തന്നെ ഇവിടെ മാർബിൾ കൊണ്ട് എന്തെല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇവർ വരുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളും ചെയ്തു വെച്ചതായി കാണാൻ കഴിഞ്ഞു. അപ്പോൾ കിഷൻഗറിൽ നമ്മൾ വരുന്ന സമയത്ത് ഇരിക്കാൻ പറ്റിയ ഇടം നോക്കിയപ്പോൾ കണ്ടതാണ് അതിമനോഹരമായ മാർബിളിന്റെ ഒരു കല്ല്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലത്തെ മനോഹരമായ കല്ലുകൾ കാണാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളുന്നില്ല. കാരണം ഈ മാർബിളിന്റെ അമൂല്യമായ വില കൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർ അതിന് തയ്യാറാവാറുമില്ല. ഈ കാണുന്നതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. ആദ്യമായി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കിഷൻഗറിലേക്ക് വലിയ വലിയ പാറക്കെട്ടുകൾ കൊണ്ടുവന്ന് ഇറക്കാം, മാർബിളിൻ്റെ വലിയ വലിയ കല്ലുകൾ. ഇനി ഈ കല്ലുകളെല്ലാം ഇവിടെ ഒരുപാട് ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറികളിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി അവിടെ നിന്നാണ് ഇത് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഓരോ കട്ട് പീസുകളാക്കിക്കൊണ്ട് തയ്യാറാക്കുന്നത്. നമുക്ക് ആ കാഴ്ച കണ്ടാൽ
ഇവിടെ കണ്ടില്ലേ, ഇത് ഒന്നാം പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. ഞങ്ങൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഈ ഗ്രാനൈറ്റ് എല്ലാം വരുന്നതിന് മുമ്പ് അവർ തന്നെ ഓൾറെഡി ചെയ്തതിന് പോളിഷാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന രംഗം എന്ന് ചോദിച്ചാൽ, ഈ ആ ഒരു മാർബിൾ, വലിയ വലിയ പാറ കെട്ടുകളാവുന്ന മാർബിളുകൾ കട്ട് ചെയ്യുന്ന മെഷീനറികളെല്ലാം അടങ്ങിയിരിക്കുന്ന വലിയ ഒരു കമ്പനിയാണിത്. ഏതായാലും നമുക്ക് ഭാഗ്യത്തിന് നമ്മുടെ സംഘത്തിന് ഒരു പെർമിഷൻ ലഭിച്ചു. ആ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഇടതുവശം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ വലിയ മാർബിളിൻ്റെ കല്ലുകൾ കണ്ടില്ലേ, ഇതുപോലത്തെ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നാം ഘട്ടമായി അവർ കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ വിട്ടുകൊണ്ട് അങ്ങനെ മെഷീനറി അതിൻ്റെ പിൻവശത്ത് കാണുന്ന ആ മെഷീൻ കൊണ്ട് ഇങ്ങനെ പീസുകളായി കട്ട് ചെയ്യുന്ന രംഗമാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ നേരിട്ട് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടും കാണുമ്പോൾ നമുക്ക് ഒരു നിലക്ക് ഭയാനകതയും മറ്റൊരു നിലയ്ക്ക് നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയും എല്ലാത്തിലുപരി എന്തുകൊണ്ടും സന്തോഷം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഹസന അജ്മീർ യാത്രയിലെ കിഷൻഗർ ട്രിപ്പിലുണ്ടായിരുന്ന അനുഭവം. എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം എല്ലാവരും അപേക്ഷിച്ചും ആദ്യമായി കാണുന്ന കാഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ശേഷം പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടില്ലേ, മാർബിളിൻ്റെ വലിയ വലിയ കല്ലുകളാണ് കൊണ്ടുവന്ന് വെച്ച്. ഇതെല്ലാം ഇവിടുന്ന് പണി തീർത്ത് പുറത്തേക്ക് വെച്ച ഒന്നാം ഘട്ടത്തിൽ കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മാർബിളുകളാണ്. കണ്ടില്ലേ, വീണ്ടും തിരിച്ചു വന്നപ്പോൾ കാണുന്ന രംഗം, ഈ സുഹൃത്ത് ഇവിടെ ഇങ്ങനെ മാർബിളിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക.